നവകേരള സദസ്സിൽ ലഭിച്ച നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള വകുപ്പുതല അവലോകന യോഗങ്ങൾ ആരംഭിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടാണ് വ്യത്യസ്ത വകുപ്പുകളിൽ ഉയർന്നുവന്ന നിർദ്ദേശങ്ങൾ പരിശോധിക്കാൻ ഉന്നതതല ഉദ്യോഗസ്ഥ യോഗം വിളിക്കുന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് നൃപൻ ചക്രവർത്തി കൂടി ചേരുകയാണ്. നൃപൻ, അതായത് നവകേരള സദസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഉയർന്നുവന്ന ഏറ്റവും വലിയ ആരോപണമായിരുന്നു ഇത്തരത്തിൽ ഇതിൽ ലഭിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളോ പരാതികളോ ഒന്നും പരിഹരിക്കപ്പെടില്ല എന്ന രീതിയിൽ പ്രതിപക്ഷവും മാധ്യമങ്ങളും വലിയ രീതിയിലുള്ള വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇതാ നവകേരള സദസ്സിൽ ലഭിച്ച നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള വകുപ്പുതല അവലോകന യോഗം ആരംഭിച്ചിരിക്കുകയാണല്ലേ? അഞ്ജന, നവകേരള സദസ്സിൽ ലഭിച്ച പരാതികളുണ്ട്. ഒപ്പം തന്നെ പൗരപ്രമുഖരുമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആശയവിനിമയം നടത്തിയിരുന്നു. വിവിധ തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് വിവിധ ജില്ലകളിൽ നിന്നും മണ്ഡലങ്ങളിൽ നടത്തിയ നിയോജക മണ്ഡലങ്ങളിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾ. ഇവയെല്ലാം പരിശോധിച്ച് ക്രമപ്പെടുത്തി ചിട്ടപ്പെടുത്തി നടപ്പിലാക്കുന്നതാണ് സർക്കാരിന്റെ മുന്നിലുള്ള ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് വകുപ്പുകളുടെ യോഗം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വിളിച്ചു ചേർത്തത്. വിവിധ വകുപ്പുകളുടെ യോഗത്തിൽ 20 യോഗങ്ങളിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് യോഗങ്ങളിൽ പങ്കെടുക്കും. ഇന്ന് തദ്ദേശ സ്വയംഭരണം, എക്സൈസ്, പൊതുമരാമത്ത്, വിനോദസഞ്ചാരം, ആരോഗ്യം, വനിതാ ശിശു വികസനം, ആയുഷ്, ഉന്നത വിദ്യാഭ്യാസം, സാമൂഹ്യനീതി, കായികം, ന്യൂനപക്ഷ ക്ഷേമം, വഖഫ്, സാംസ്കാരിക, മത്സ്യബന്ധന, യുവജനക്ഷേമം എന്നീ വകുപ്പുകളുടെ അവലോകനമാണ് മുഖ്യമന്ത്രി നേതൃത്വത്തിൽ നടന്നത്. വ്യത്യസ്ത വകുപ്പുകളിൽ നിന്ന് വന്ന നിർദ്ദേശങ്ങൾ പ്രത്യേകമായി പരിശോധിക്കുന്നുണ്ട്. സാങ്കേതിക കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് തുടർ നടപടി കൈക്കൊള്ളാനാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത്. അതായത് ചില നിയമപരമായ പ്രശ്നങ്ങളുണ്ട്, സാങ്കേതികമായ ചില തടസ്സങ്ങൾ കാരണം, നയപരമായ തീരുമാനങ്ങൾ കാരണം നടപ്പിലാക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ട്. ഈ പറഞ്ഞ സംസ്ഥാനത്തിന്റെ അധികാര പരിധിയിൽ വന്ന് സംസ്ഥാനത്തിന് ഉള്ളിൽ നടപ്പിലാക്കാൻ കഴിയുന്ന വിഷയങ്ങൾ അത് ചിട്ടപ്പെടുത്തി എത്രയും വേഗം നടപ്പിലാക്കുക എന്നാണ് സർക്കാരിന്റെ മുന്നിൽ ലക്ഷ്യം. അടുത്ത ദിവസങ്ങളിൽ വ്യവസായവും നിയമവും, മൈനിങ് ആൻഡ് ജിയോളജിയും, പട്ടികജാതി പട്ടികവർഗം, ദേവസ്വം, റവന്യൂ തുടങ്ങിയ ഭവന നിർമ്മാണം വരെയുള്ള പൊതുവിദ്യാഭ്യാസവും തൊഴിലും കൃഷി വകുപ്പുകളുടെ അവലോകന യോഗമാണ് നടക്കുക. ബുധനാഴ്ച വനം, വന്യജീവി, ഗതാഗതം, ജലവിഭവം തുടങ്ങിയ മേഖലകളിലെ യോഗം നടക്കും. വെള്ളിയാഴ്ചയായിട്ട് സഹകരണം, തുറമുഖം, പോലീസ്, അഗ്നിരക്ഷ, ജയില്, സൈനിക തുടങ്ങിയ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള PRD തുടങ്ങിയ വകുപ്പുകളുടെ അവലോകന യോഗമാണ് നടക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി തന്നെയാണ് നേരിട്ട് പങ്കെടുക്കുന്നതാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മുഖ്യമന്ത്രി തന്നെ ഇത് കേൾക്കുകയും ഉദ്യോഗസ്ഥരെ കേൾക്കുകയും ഇതുവരെയുള്ള നിർദ്ദേശങ്ങൾ ഏത് അറ്റം വരെ പരിഹരിക്കപ്പെട്ടു, ഇനി എങ്ങനെയാണ് തുടർന്ന് നടപടി എന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇവ പരിശോധിക്കുകയാണ്, മോണിറ്റർ ചെയ്യുകയാണ്. 20 യോഗങ്ങളാണ് 4 ദിവസങ്ങളിലായി മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചു ചേർത്തിട്ടുള്ളത്. ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണുവും വകുപ്പ് സെക്രട്ടറിമാരും വകുപ്പുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ യോഗങ്ങളിൽ ചേരുന്നുണ്ട്. വെള്ളിയാഴ്ച വരെ വിവിധ യോഗങ്ങൾ തുടരുകയും ചെയ്യും. അഞ്ജന നേരത്തെ സൂചിപ്പിച്ചതുപോലെ നവകേരള സദസ്സിന് ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾ എത്രയും വേഗം നടപ്പിലാക്കുക തന്നെയാണ് സർക്കാരിന്റെ മുന്നിൽ ലക്ഷ്യം. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങളാണ് സർക്കാർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നത്. ശരി, നവകേരള സദസ്സിലെ നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി ഉന്നതതല യോഗങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. വിവരങ്ങളാണ് നൃപൻ ചക്രവർത്തി പങ്കുവച്ചത്.